ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി എഴുതപ്പെട്ട സുവിശേഷമാണ് മാർക്കോസിൻ്റെ സുവിശേഷം. ആദ്യത്തെ സുവിശേഷത്തിലെ യേശുവിൻ്റെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം പിശാചബാധിതമായ ഒരു വിശ്വാസത്തെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പിശാച് ചോദിക്കുന്ന ചോദ്യം ഇന്ന് പലപ്പോഴും പല മാതാപിതാക്കന്മാരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ നിശബ്ദരായി നിൽക്കുന്ന മാതാപിതാക്കന്മാർക്ക് യേശുനാഥ് നൽകുന്ന വലിയ മാതൃകയാണ് പിശാചിനോട് ആജ്ഞാപിക്കുന്നത്. നീ അവനെ വിട്ടുപോവുക. തിന്മയെ അഭിമുഖീകരിക്കുവാനും അതിനെ ചെറുക്കുവാനും നമ്മൾക്ക് സാധിക്കണമെന്നാണ് കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ അറിവിൽ അഹങ്കരിക്കാതിരിക്കുന്ന ഒരു വിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. കാരണം അറിവിൽ മാത്രം അഭിരമിക്കുന്ന വിശ്വാസം അത് പിശാചിൻ്റെ വിശ്വാസത്തോളമേ ഉള്ളൂ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മാർക്കോസിൻ്റെ സുവിശേഷ പ്രകാരം കർത്താവിൻ്റെ 2-ാമത്തെ അത്ഭുതമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. സിനഗോഗിൽ നിന്നും പത്രോസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന യേശുനാഥൻ പത്രോസിൻ്റെ അമ്മായിയമ്മ കലശലായ പനി പിടിവിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുക. അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവളെ സൗഖ്യപ്പെടുത്തുന്ന രംഗം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളും പിശാചബാധിതരും അവിടേക്ക് കടന്നു വരുന്നു. നഗരം മുഴുവനും വാതിൽക്കൽ തിങ്ങിക്കൂടി എന്നാണ് സുവിശേഷത്തിൽ പറയുക. സൗഖ്യത്തിനായി കേഴുന്ന മുറിവേറ്റ മാനവരാശിയുടെ ഒരു ചിത്രമാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുക. കർത്താവ് രോഗികളെയും പിശാചബാധിതരെയുമൊക്കെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇപ്രകാരം അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതചര്യയായിരുന്നില്ല യേശുവിൻ്റേത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. യേശുനാഥൻ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃക ഇത് തന്നെയാണ്. നമ്മൾ ദൈവത്തിനെ അറിയുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് ശാന്തിയേകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്രകാരമുള്ള ഒരു വ്യക്തിത്വ വികാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് 25-ാം ദിവസം ധണ്ടി കടപ്പുറത്ത് അവസാനിച്ച വിസ്തൃതമായ ഉപ്പ് സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു കഥ വായിക്കാനിടയായി. ജ്ഞാനസ്നാനം എന്നാണ് കഥയുടെ പേര്. ആ കഥയിൽ ലീലാധർ എന്ന വ്യക്തി ഗാന്ധിജിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ആശ്രമത്തിനടുത്തുള്ള ആൽമരത്തിൽ ഇളം ചുവപ്പുള്ള ഇത്തിരി പഴങ്ങൾക്കായി മത്സരിക്കുന്ന കുരങ്ങന്മാരെയും തത്തകളെയും ധാരാളമായി അവിടെ കാണാൻ സാധിക്കും. ബഹുഭൂരിപക്ഷം വരുന്ന കുരങ്ങന്മാരിൽ നിന്നും തത്തകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അവയ്ക്ക് പറന്നുയരാൻ ചിറകുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് ലീലാധർ വിചാരിക്കുന്നു. എന്നിട്ടും ആൽമരത്തിൻ്റെ ചുവട്ടിൽ കരിയിലകൾക്കിടയിൽ ചോര പുരണ്ട ഒരു പച്ചത്തൂവൽ അയാൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അതേ തണലിൽ നിന്നും മുറിവേറ്റ മുടന്തുന്ന കാലുള്ള ഒരു തത്തയെ അയാൾക്ക് കിട്ടുകയുണ്ടായി. മുറിവേറ്റ തത്തയെ കാണുമ്പോൾ ബാബുജി പ്രകാരം പറയുന്നുണ്ട്, ചെറുതിനോടുള്ള പരാക്രമം അത് സൗഖ്യപ്പെടുന്നവരെ നീ അതിനെ ശുശ്രൂഷിക്കണം എന്ന് അയാളോട് ബാബുജി പറയുന്നു. ഇന്നലെ സായാഹ്നത്തിൽ ഇതേ മണൽപ്പുറത്ത് ഇരമ്പിക്കൂടിയ പുരുഷാരത്തിന് മുമ്പിൽ ഒരു പടാനായകനെ പോലെ ജ്വലിച്ചു നിന്ന ബാബുജിയായിരുന്നില്ല തത്തയെ തലോടിയപ്പോൾ ബാപ്പു. കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയെ പോലെയാകും. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയാകും. യാചകരോട് സംസാരിക്കുമ്പോൾ ഒരു യാചകൻ. വെള്ളക്കാരോട് സംസാരിക്കുമ്പോൾ വെള്ളക്കാരൻ. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ചിന്ത പോകുന്ന പ്രകാരമാണ് ബാബുജി ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല, അഭിമുഖ സംഭാഷണം നടത്തുകയാണ് എന്ന്. ജ്ഞാനവും പ്രയോഗവും സമന്വയിച്ച അഭയസ്ഥാനമാണ് ഗാന്ധിജി എന്ന് അയാൾ പറഞ്ഞു വയ്ക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് തന്നെയാണ്
നമ്മളെയും ദൈവം വിളിക്കുക. നമ്മുടെ അറിവ് പ്രയോഗത്തിലേക്ക് പ്രയോജനപ്പെടട്ടെ. ഇപ്രകാരം നമ്മുടെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ മുഖം നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾക്ക് ഉയരാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ടാമത്തെ ചിന്ത പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്ന യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മ കലശലായ പനി വെട്ടി കിടക്കുകയാണ്. യേശു അവരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ആ പനി വിട്ടുമാറുന്നു. പിന്നീട് അവൾ അവരെ ശുശ്രൂഷിച്ചു എന്നാണ് പറയുക. നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട ഒരു ചിന്ത ഇത് തന്നെയാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് സൗഖ്യപ്പെടുന്നത്? ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഹീൽഡ് ടു സെർവ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് സൗഖ്യപ്പെടുന്ന വ്യക്തികളായി നമ്മൾ തീരണം. ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് ഇപ്രകാരമുണ്ട്: ദ വൂണ്ടഡ് ഹീലർ, മുറിവേറ്റ സൗഖ്യദായകനെന്ന്. നമ്മൾ മുറിവേറ്റ സൗഖ്യദായകരാകാൻ വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് നമ്മളെല്ലാവരും സൗഖ്യപ്പെട്ട സൗഖ്യദായകരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഹീൽഡ് ഹീലേഴ്സ് ആയി തീരുക. ഇപ്രകാരമുള്ള ഒരു അനുഭവ തലത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകുന്ന സൗഖ്യത്തിലൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. മൂന്നാമതായിട്ടുള്ള ചിന്ത കരുണ എപ്പോഴും ഓർമ്മിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന മുഖങ്ങൾ അതെപ്പോഴും നമ്മോട് കരുണ കാണിച്ചവരുടെ മുഖങ്ങളായിരിക്കും. സായാഹ്നമായപ്പോൾ അനേകം രോഗികളും പിശാചബാധിതരും അവിടുത്തെ അടുക്കിലേക്ക് ഒരുമിച്ച് കൂടി എന്ന് പറയുന്നു. അവരെല്ലാവരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വലിയ കാരുണ്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് ആദ്യമായി പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവിങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറന്നിടാൻ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. കാരണം അവിടുന്ന് കരുണാമയനാണ്. കർത്താവിൻ്റെ ആ വലിയ കാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തുറന്നിടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിൽ ഒരു ബിഷപ്പിൻ്റെ വെള്ളിത്തിരിക്കാലുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ജീൻ വാൽജീൻ പിന്നീട് പോലീസിൻ്റെ പിടിയിലാകുന്നുണ്ട്. ആ പോലീസുകാരൻ അവനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ബിഷപ്പ് അവരോട് പറയുന്നുണ്ട്: ഞാൻ അവനെ സമ്മാനമായി കൊടുത്തതാണ് ഈ തിരിക്കാലുകളെന്ന്. അപ്പോൾ ആ പോലീസുകാരൻ ബിഷപ്പിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഇപ്രകാരം ചെയ്യുവാനായിട്ട് ഇവൻ നിനക്ക് ആരാണ്? അപ്പോൾ ബിഷപ്പ് പറയുന്ന മറുപടി ഇതാണ്: അവൻ എൻ്റെ സഹോദരനാണ്, ഹീസ് മൈ ബ്രദർ. ആ ഒരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തി പിന്നീട് ജീവിതകാലം മുഴുവനും ഓർത്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ കഥാപാത്രം പിന്നീട് നമ്മൾക്ക് നോവലിൽ കാണാൻ സാധിക്കുക. നോവലിൻ്റെ പല ഭാഗത്തും വെള്ളിത്തിരികാലുകൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജീൻ വാൽജീൻ മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ തൻ്റെ തലയ്ക്കൽ വെള്ളിത്തിരിക്കാലിൽ തിരികൾ കത്തിച്ചുകൊണ്ടാണ് ആ വെട്ടത്തിലാണ് അയാൾ മരണമടയുക. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കരുണ അത് എന്നും നമ്മൾ ഓർമ്മിക്കും. ഒരു യുവാവ് നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ തിരിയുന്നു. പക്ഷേ പിന്നീട് മനസ്സിലാക്കുന്നു, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ആ ഭിക്ഷക്കാരനോട് അയാൾ പറയുന്നു: സ്നേഹിത, ക്ഷമിക്കണം, ഞാൻ പേഴ്സ് എടുത്തില്ല. ആ ഭിക്ഷക്കാരൻ്റെ കണ്ണുകൾ നിറയുകയാണ്. തന്നെ ഇത്രമാത്രം സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു വിളി ആദ്യമായിട്ടാണ് അയാൾ കേൾക്കുക. ഒരു മനുഷ്യൻ ഒരു കൊട്ട നിറയെ സാധനങ്ങളുമായി ചന്തസ്ഥലത്തിരിക്കുന്നുണ്ട്. അയാൾ ചിന്തിക്കുന്നു, ആരെങ്കിലും ഈ കൊട്ട എൻ്റെ തലയിലേക്ക് വയ്ക്കുവാൻ സഹായിച്ചാൽ മാത്രമേ എനിക്ക് വീട്ടിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അയാൾ കണ്ണുകൊണ്ടും ആംഗ്യം കൊണ്ടുമൊക്കെ പലരെയും ക്ഷണിക്കുന്നുണ്ട്. ആരും കടന്നു വരുന്നില്ല. ഞാൻ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ അടുക്കിലേക്ക് നടന്നു വന്നു. അയാൾ തൻ്റെ കൊട നിലത്ത് വെച്ച് മുണ്ട് മടക്കി കുത്തി അയാളെ ആ കൊട്ട തലയിലേക്ക് കയറ്റാൻ സഹായിച്ചു. ഹാവു ആശ്വാസമായി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ കൊടയും എടുത്തുകൊണ്ട് വീണ്ടും തൻ്റെ യാത്ര മുന്നോട്ട് നയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും കരുണയുടെ മുഖങ്ങളായി തീരുന്നത് എപ്രകാരമാണ്? നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നമ്മുടെ കാരുണ്യം ഒഴുകുമ്പോഴാണ് നമ്മൾ കർത്താവിനെ പോലെ കരുണയുള്ള വ്യക്തികളായിട്ട് മാറുക. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നാലാമതായിട്ടൊരു ചിന്ത കടന്നു വരുന്നത് പ്രകാരമാണ്: യേശുനാഥൻ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒടുവിൽ വിജനമായ ഒരു സ്ഥലത്ത് പോയി പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾക്കൊരു ആഭാ പിതാവേ അനുഭവം കടന്നു വന്നാൽ മാത്രമേ ഇപ്രകാരമുള്ള കരുണയുടെ മുഖങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാനായ വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറയുന്നുണ്ട്: ഓരോ മനുഷ്യനും ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖമായിട്ടാണ് കടന്നു വരിക. എന്നാൽ ആ മുഖം അവനെ വെളിപ്പെട്ട് കിട്ടുന്നത് അവൻ്റെ പ്രാർത്ഥനയിലാണ്. നമ്മൾ നിരന്തരമായി
പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളായി തീരുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് നമ്മൾ മാറുകയുള്ളൂ എന്നാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ള ഒരു പിതാവേ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഓരോ ദിവസത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനം കർത്താവിൻ്റെ പാദാന്തികത്തിൽ പോയിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, ആ ഒരു അനുഭവമാണ് യഥാർത്ഥമായ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കുക. ഇപ്രകാരമുള്ള പ്രാർത്ഥനയുടെ അനുഭവമുള്ള വ്യക്തികളായി തീരാൻ നമുക്ക് പ്രയത്നിക്കാം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ പക്കലേക്ക് ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, നിന്നെ തിരക്കി അനേകം രോഗികൾ ഇവിടെയുണ്ട്. അപ്പോൾ യേശു അവരോട് പറയുന്നു, നമുക്ക് മറ്റ് പട്ടണങ്ങളിലേക്കും പോകേണ്ടിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജോബ് തൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥയെയും തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെയും കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായ ഒരു ചിന്താഗതിയാണ് പറഞ്ഞു വയ്ക്കുക. ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല എന്ന്. ഇപ്രകാരം ബന്ധിതമായ ഒരു ജീവിത വീക്ഷണത്തിൽ നിന്നും അപ്പുറത്തേക്ക് പോവുക എന്നൊരു അർത്ഥമാണ് കർത്താവ് നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്കും പോകാമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ രോഗാവസ്ഥകളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും വേദനയിലുമൊക്കെ ആണ്ട് ജീവിക്കേണ്ട വ്യക്തികളല്ല, മറിച്ച് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമ്മൾക്ക് അതിൽ നിന്നും കരയേറുവാനായിട്ട് സാധിക്കണം. മറ്റിടങ്ങളിലേക്കും പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഇടങ്ങളിൽ തട്ടി വീഴാതെ നമ്മൾ ജീവിക്കുക എന്ന അർത്ഥമാണ് അവിടെയുള്ളത്. ഇപ്രകാരം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ സാന്ത്വനം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സാന്ത്വനമായി മാറിക്കൊണ്ട് ദൈവികമായ തലത്തിലേക്ക് ദൈവികമായ ഇടങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.